ഹായ് ഡിസൈനേഴ്സ്, നമുക്കൊരു 2D ഇമേജിനെ 3D ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഈസി ആയിട്ട് പറ്റും. വാ, ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഒരു വെബ്സൈറ്റാണ്, സ്റ്റൈലർ AI. ജസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു 200 ക്രെഡിറ്റ് ഇവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് 200 ഇമേജ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്ത് ക്യാഷ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ന്യൂ പ്രോജക്റ്റാണ്. ന്യൂ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ കുറേ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രോജക്റ്റ് നെയിം കൊടുക്കണം. ഞാനിവിടെ 3D caricature എന്നാണ് കൊടുക്കുന്നത്. അതിൽ സൈസ് എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൈസസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ സൈസാണ് എടുക്കുന്നത്. അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ ഒരു ക്യാൻവാസ് അവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കുറേ സ്റ്റൈൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർട്ടൂൺ, അങ്ങനെ കുറേ അധികം സ്റ്റൈൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് സെലക്ട് ചെയ്താലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. എനിക്കിപ്പോൾ വേണ്ടത് റിയലിസ്റ്റിക് 3D ആയതുകൊണ്ട് ഞാൻ റിയലിസ്റ്റിക് എന്നുള്ള ഒരു സ്റ്റൈലാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ലിറ്റിൽ കൃഷ്ണ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിനെ ഞാൻ 3D ആക്കി മാറ്റാം. ടോപ്പിൽ തന്നെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ജനറേറ്റീവ് ഫില്ല്, ജനറേറ്റീവ് റിമൂവ് എല്ലാം. നമുക്കിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഓട്ടോ പ്രോംപ്റ്റ് തന്നെ കൊടുക്കാം. ഈ ഇമേജിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഈ സ്റ്റൈലർ AI ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്ക് വേണമെങ്കിൽ പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യുന്നില്ല. ഞാനിതിൻ്റെ സ്ട്രക്ചർ ഇതൊക്കെ എല്ലാം കൂട്ടിയിടുകയാണ്. ഞാനത് റെൻഡർ ചെയ്യാൻ കൊടുക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 4 ഇമേജ് നമുക്കിവിടെ റെൻഡർ ചെയ്ത് വരും. പക്ഷെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യണം. ജസ്റ്റ് ആ പ്രോംപ്റ്റ് ഞാനൊന്ന് എഡിറ്റ് ചെയ്യാണ്. നമുക്ക് പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്യാം. പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്യാൻ ഞാൻ ഒന്നും കൂടി കൊടുക്കുകയാണ്. തന്നെ കണ്ടോ, വീണ്ടും ഒരു 4 ഇമേജ് അത് റീക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഏകദേശം സിമിലറായിട്ട് തന്നെയുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇമേജസാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലേസ് ടു ക്യാൻവാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവാസിലേക്ക് പ്ലേസ് ആവും. പിന്നെ അവിടെ ലെയറുണ്ട്. ലെയറിൽ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് കൊടുക്കുക. ടോപ്പിൽ എക്സ്പോർട്ട്, അതിൽ PNG JPG എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് JPG ആണ് വേണ്ടത്. അതിൻ്റെ സ്കെയിലെല്ലാം നമുക്ക് 1 മതി. ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് നല്ല ക്ലിയർ ആയിട്ട് വരും. ഇനി നമുക്ക് ആരോ എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. ബോ ആൻഡ് ആരോ എല്ലാം ഒന്ന് കളയണം. അതിന് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ആ ഇമേജിനെ പ്ലേസ് ചെയ്യാണ്. ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഫോട്ടോഷോപ്പ് ഉണ്ടെങ്കിൽ അതിൽ പുതിയ ജനറേറ്റീവ് ഫില്ലെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ആ ജനറേറ്റീവ് ഫില്ലൊന്ന് കൊടുക്കാം. ജസ്റ്റ് ലാസ്റ്റ് ടൂൾ എടുത്ത് ഞാൻ ബോ ആൻഡ് ആരോ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ദെൻ ജനറേറ്റീവ് ഫില്ല് കൊടുത്തു. ജസ്റ്റ് റിമൂവ് എന്ന് മാത്രം ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുന്നുള്ളൂ. ജനറേറ്റ് കൊടുക്കുന്നു. ഓക്കെ, നമുക്കൊരു 3 ഓപ്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് 3 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റൈലായിട്ടുള്ള ഇതാണ്. നമുക്കത് എടുക്കാം. എൻ്റെ താഴെ ഇപ്പോൾ ആ ബോയുടെ ഒരു ഏരിയ ഉണ്ട്. സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് റാസ്റ്ററൈസ് ചെയ്ത് കൊടുക്കുക ഇമേജ്. ദെൻ ഞാൻ ലാസോ ടൂൾ എടുക്കുകയാണ്. ലാസോ ടൂൾ എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ആ ബോയിൻ്റെ താഴെ ഭാഗം ഒരു കോപ്പി വേണം. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. Ctrl+C Ctrl+V അടിക്കുക. എനിക്കൊരു കോപ്പി കിട്ടി. ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തെല്ലാം വെച്ചിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റ് ഏരിയ റിമൂവ് ആയി കിട്ടും. ദെൻ റൈസർ ടൂൾ എടുത്ത് താഴെയുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നു. ജസ്റ്റ് Ctrl+T അടിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. ജസ്റ്റ് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സെൻസിലെടുത്താൽ മതി. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ജസ്റ്റ് ബ്രഷ് ടൂൾ എടുത്തിട്ട് ആ ഏരിയ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക.
ദെൻ ഞാൻ ആ 3 ലെയറും സെലക്ട് ചെയ്തിട്ട് ഒന്ന് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് എഡിറ്റിംഗ് വേണമെങ്കിൽ ആ താഴെയുള്ള നോഡിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെയേഴ്സ് എല്ലാം ഓപ്പണായി വരും. ഓക്കെ, നമ്മളൊരു 2D ആണ് ഇമേജിനെ നമ്മൾ ജസ്റ്റ് 3D ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു പ്രൊജക്റ്റ് കൂടി ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാനെൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് മാറ്റുകയാണ്. ഞാനൊരു വിട്ട് കൂടിയൊരു ഇതെടുത്തു. ദെൻ ഞാൻ അതിലേക്കൊരു സൂപ്പർമാൻ ആഡ് ചെയ്യാണ്. ഇത് 2D ആണ്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. എനിക്ക് വൈറ്റ് പോർഷൻ വേണ്ട. ഉണ്ടോ, ആ ബാക്ക്ഗ്രൗണ്ട് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി കിട്ടും. ദെൻ ഞാൻ ഇതിനെ ഒരു നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോംപ്റ്റ് ഓട്ടോ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള ഓട്ടോ പ്രോംപ്റ്റാണ് അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. കണ്ടോ, കറക്റ്റ് സൂപ്പർമാൻ്റെ ഒരു ഫിഗറെല്ലാം കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഞാനിത് സെലക്ട് ചെയ്യുകയാണ്. കണ്ടോ, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. അഗൈൻ ഞാൻ ഇനി ഒരു ഇമേജ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ദെൻ ആ ലെയറിൽ പോയി കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് ബാക്കിൽ കൊണ്ടുവരാം. സിമ്പിളായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുകയാണ്. ജസ്റ്റ് നമ്മൾ തന്നെ എക്സ്പോർട്ട് ചെയ്തു. ജസ്റ്റ് നമ്മളത് ഫോട്ടോഷോപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഈ ഫോട്ടോഷോപ്പിൽ ലൈറ്റ് എഫക്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നമുക്ക് ഒരു ഓപ്ഷനും കൂടി നോക്കാം. ഞാനിതിലേക്കൊരു ലിറ്റിൽ മൗസിനെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഓട്ടോ പ്രോംപ്റ്റ് കൊടുക്കുക. ആ ഫീച്ചേഴ്സ് വെച്ചിട്ടെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് 174 ആയിട്ടുണ്ട്, 200 ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇമേജസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് 4 ഇമേജസ് അവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ക്യൂട്ട് മൗസാണ്. 3D കറക്റ്റ് എഫക്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ 4ഉം ഓപ്പൺ ചെയ്യുകയാണ്. 1 by 1 ആയിട്ട് നമ്മൾ ലെയർ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുകയെന്ന് നമുക്കറിയാൻ പറ്റും. ഈ ഒരു ഇമേജാണ് അതിന് കറക്റ്റ് ഫീലിംഗ്. നമുക്ക് ജസ്റ്റ് അതിനെ എക്സ്പോർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ JPG PNG ഉണ്ട്. JPG ആയിട്ട് മാറ്റി എക്സ്പോർട്ട് കൊടുക്കുക. ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ദെൻ ഓപ്പൺ. ക്യൂട്ട് മൗസ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. നല്ല നല്ല വീഡിയോസുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.